ഹായ് ഓൾ വെൽക്കം ടു iPlus. ഞാൻ അക്ഷര. നമുക്ക് ഫിലിം സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു, കുറേ ടേംസ് ഒക്കെ പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഫിലിം റാനേഴ്സും അതുപോലെ ഫിലിം മൂവ്മെൻറ്റ്സും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. ഫിലിം റാനേഴ്സ് എന്താണെന്ന് നമുക്കറിയാം അല്ലേ? ഇപ്പോൾ നമ്മൾ ലിറ്ററേച്ചറിലും പല പല റാനേഴ്സ് ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഫിലിം റാനേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ്, ഫിലിമിനെ അതിൻ്റെ തീം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്റ്റൈല് വെച്ചുകൊണ്ട് കണ്ടൻ്റ് ഒക്കെ വെച്ചുകൊണ്ട് എന്താണ് പല ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അതാണ് നോക്കാൻ പോകുന്നത്. അങ്ങനെ ആക്ഷൻ ഫിലിംസ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ജസ്റ്റ് ആ ടേംസ് നിങ്ങളൊന്ന് മനസ്സിലാക്കി പോയാൽ മതി. എംഫസിസ് ഫിസിക്കൽ ഫീഡ്സ്, ഫാസ്റ്റ് വിസിറ്റ് സീക്വൻസ് ആൻഡ് ത്രില്ലിംഗ് സ്റ്റണ്ട്. അപ്പോൾ സിനിമകൾ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, നമ്മൾ സ്റ്റണ്ട് സിനിമ എന്നൊക്കെ പറയാറുണ്ടല്ലേ. ഫിസിക്കൽ ഫീഡ്സും ഫാസ്റ്റ് വിസിറ്റ് സീക്വൻസും ത്രില്ലിംഗ് ആയിട്ടുള്ള സ്റ്റണ്ടുകളും ഒക്കെയുള്ള അടിയും മിടിയും ഒക്കെയുള്ള സിനിമകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആക്ഷൻ ഫിലിംസ് എന്ന് പറയുന്നത്. ഓഫൺ ഇൻവോൾവ്സ് ഹീറോസ് ആൻഡ് ആൻറ്റി ഹീറോസ് ഫേസിങ് ചലഞ്ചസ്, അഡ്വേഴ്സിറ്റീസ് ആൻഡ് ഡേഞ്ചർ. അപ്പം നമ്മുടെ ഹീറോസ് ആവട്ടെ അല്ലെങ്കിൽ ആൻറ്റി ഹീറോസ് വില്ലൻസ് ആവട്ടെ, അവർ കുറേ ചലഞ്ചുകൾ, പിന്നെ അഡ്വഞ്ചേഴ്സ് വരുന്നുണ്ട്, അഡ്വേഴ്സിറ്റീസ് വരുന്നുണ്ട്, ഡേഞ്ചർ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫിലിമിന് എക്സാമ്പിളായിട്ട് കൊടുക്കുന്നത്, നമുക്ക് ആ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരിക്കലും മലയാള സിനിമയൊന്നും തന്നെ അവർ ചോദിക്കാറില്ല. വിശ്വപ്രസിദ്ധമായിട്ടുള്ള സിനിമകളൊക്കെ തന്നിട്ട് ചോദിക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള എക്സാമ്പിൾസാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഡൈ ഹാർഡ്, മാഡ് മാക്സ്, ഫ്യൂറി റോഡ്, ജോൺ വിക്ക്, അങ്ങനെയൊക്കെയുള്ള ഫിലിംസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് പഠിക്കാനായിട്ട് നമുക്ക് മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തുന്ന സിനിമകൾ വെച്ച് ഓർത്ത് വെച്ചൊന്ന് പഠിച്ചാൽ മതി. അടുത്തത് കോമഡിയാണ്. കോമഡി എന്ന് പറയുന്നത് എന്താണ്, intended to entertain and make the audience laugh. എന്തിനു വേണ്ടിയിട്ടാണ്? ആ സിനിമ കാണുന്ന കാണിയെ എൻ്റർടൈൻ ചെയ്യുക, ചിരിപ്പിക്കുക. അതാണ് കോമഡിയുടെ ലക്ഷ്യം. ഹ്യൂമർ, വിറ്റ്, കൊമഡിക് സിറ്റുവേഷൻസ് ഒക്കെ അവിടെ വരും. അപ്പോൾ അതിൻ്റെ സബ് ജാനേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ കോമഡി എന്ന് പറയുമ്പോഴത്തേക്കൊരു വളരെ വലിയ ഒരു ഐഡിയ ആണല്ലേ. അപ്പോൾ അതിനകത്ത് തന്നെ സബ് ജാനേഴ്സ് വരും. സബ് ജാനേഴ്സ് റൊമാൻറ്റിക് കോമഡി, നമ്മൾ കൂടുതലായിട്ട് മലയാള സിനിമകളിലൊക്കെ നമ്മൾ കാണാറുള്ള റൊമാൻറ്റിക് കോമഡീസ് ഒരുപാട് നമ്മൾ കാണാറുണ്ടല്ലേ. ഇപ്പം ആ ഒരു നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള ഒരുപാട് ആസ്വദിച്ചിട്ടുള്ള സിനിമകളൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് എക്സാമ്പിൾ ഓർത്ത് വെക്കാൻ പറ്റും. പുതിയ സിനിമകൾ വരുമ്പോഴത്തേക്ക് അവിടെ കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ട്, ന്യൂ വേവ് ഒക്കെ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ കോംപ്ലക്സ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പഠിച്ചു വെക്കാൻ ചില സമയത്ത് ബുദ്ധിമുട്ട് തോന്നിയേക്കാം. അപ്പോൾ റൊമാൻറ്റിക് കോമഡി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് പണ്ട് നമ്മൾ കണ്ടിട്ടുള്ള ഗോഡ് ഫാദർ പോലെയൊക്കെയുള്ള സിനിമകളൊക്കെ വെച്ച് നമുക്ക് ഓർത്ത് വെക്കാം. സ്ലാപ്സ്റ്റിക് എന്നുള്ള ടേം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ പെട്ടെന്ന് കൺഫ്യൂഷൻ തോന്നും. കൺഫ്യൂഷനൊന്നും വേണ്ട. സ്ലാപ്സ്റ്റിക് എന്ന് പറയുമ്പോഴത്തേക്ക് കോമഡി തന്നെയാണ്. ഒരുപാട് ഫിസിക്കൽ ആക്ഷൻസ് അവിടെ കാണും. സിമ്പിളായിട്ട് ഓർത്ത് വെക്കാനായിട്ട് വെട്ടം സിനിമയുടെ ക്ലൈമാക്സ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ എന്താണ്, ഒരുപാട് ഓട്ടവും ആ ഒരു ഗോഡൗണിലെത്തുന്ന ഒരു സീനില്ലേ, അത് നമുക്കൊരു സ്ലാപ്സ്റ്റിക്കായിട്ട് കൺസിഡർ ചെയ്യാം. പിന്നെ ഡാർക്ക് കോമഡി നമുക്ക് കുറച്ചും കൂടെ എളുപ്പം. ഇപ്പം പുതുതായിട്ടും മുകുന്ദനുണ്ണി ആ ഒരു മൂവി, വിനീത് ശ്രീനിവാസൻ്റെ മുകുന്ദനുണ്ണി ആ ഒരു മൂവി കണ്ടവർക്കും പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. കോമഡീസൊക്കെ എങ്ങനെയാണ്, ഡാർക്ക് കോമഡിയാണ്, കൊല്ലുകയാണ്, പക്ഷെ എന്താണ് വളരെ കോമിക്കലായിട്ട് അവതരിപ്പിക്കുകയാണ്. അതാണ് ഡാർക്ക് കോമഡി എന്ന് പറയുന്നത്. ആ ഒരു സബ് ജാനർ കൂടുതലായിട്ട് നമ്മൾ മലയാള സിനിമകളിൽ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം അവിടെ നിങ്ങൾക്ക് പഠിച്ചു വെക്കും. എക്സാമ്പിൾസ് ഡംബ് ആൻഡ് ഡംബർ, ബ്രൈഡ്സ്മെയ്ഡ്സ്, ഹാങ് ഓവർ, ഇതൊക്കെ അല്ലാതെയുള്ള ഫേമസ് ആയിട്ടുള്ള കോമിക് ഫിലിംസാണ്. നെക്സ്റ്റ് ഡ്രാമ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ കുറച്ചും കൂടെ എന്താണ്, മെലോ ഡ്രാമ ആ ഒരു രീതിയിലൊക്കെ നാടകങ്ങളൊക്കെ പഠിച്ചിട്ടില്ലേ, അത് വെച്ചുകൊണ്ട് നമുക്ക് പഠിക്കാം. ഇമോഷണൽ ആൻഡ് ക്യാരക്ടർ ഡ്രിവൺ സ്റ്റോറി ടെല്ലിംഗ്, കുറച്ചും കൂടെ ഇമോഷണൽ എലമെൻസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, ക്യാരക്ടറിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഡ്രാമ പോകുന്നത്. അപ്പോൾ കോംപ്ലക്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകൾ, പേഴ്സണൽ ഗ്രോത്ത്, ഹ്യൂമൻ എക്സ്പീരിയൻസ് ഒക്കെയാണ് വരുന്നത്. ഡീപ്പ് തീംസ് വരുന്നുണ്ട്, തോട്ട് പ്രൊവോക്കിംഗ് ഉള്ള നറേറ്റീവ്സ് വരുന്നുണ്ട്. അപ്പം നമ്മൾ ഡ്രാമ അല്ലെങ്കിൽ മെലോ ഡ്രാമ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഏരിയ നമ്മൾ പറയുന്നത്. ദ ഷോഷാങ്ക് റിഡംപ്ഷൻ, ഫോറസ്റ്റ് ഗംപ്, എ ബ്യൂട്ടിഫുൾ മൈൻഡ് ഒക്കെ ഇതിൻ്റെ ഉദാഹരണങ്ങളാണ്. അടുത്ത ഹൊറർ, നമുക്കറിയാവുന്ന സാധനം തന്നെയാണ്. ഹൊറർ എന്താണ്? എയിംസ് ടു ഇവോക്ക് ഫിയർ, സസ്പെൻസ് ആൻഡ് ഷോക്ക് ഇൻ ദ ഓഡിയൻസ്. നമുക്ക് എന്താണ്, ഫിയറും സസ്പെൻസും ഷോക്കും ഒക്കെ ഓഡിയൻസിൽ ഉണ്ടാകും. ഏറ്റവും ലാസ്റ്റ് എത്തുമ്പോൾ എന്താണ്, ബേസ്ഡ് ഓൺ എ ട്രൂ ഈവൻ്റ് എന്നും കൂടെ എഴുതി കാണിക്കും. അത് കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ഉള്ള സമാധാനം എല്ലാം പോകും. അതാണ് ഹൊറർ ഫിലിംസ് അല്ലേ. അപ്പോൾ എന്താണ്, സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ് വരാം, മോൺസ്റ്റേഴ്സ് വരാം, കില്ലേഴ്സ് വരാം. ഇപ്പോൾ നമ്മളൊക്കെ നോക്കുമ്പോൾ എന്താണ്, സൈക്കോളജിക്കൽ ത്രില്ലർ, സൈക്കോസ് ഒക്കെ കഥാപാത്രങ്ങളായിട്ട് വരും. അപ്പോൾ ഇത് വരുമ്പോഴത്തേക്ക് നമുക്കതിൽ സബ് ജാനേഴ്സായിട്ട് സ്ലാഷ്, സൂപ്പർ നാച്ചുറൽ, സൈക്കോളജിക്കൽ ഹൊറർ, നമ്മളീ പറഞ്ഞല്ലോ, നമുക്ക് പല വിധത്തിൽ പേടി എന്താണ്, അത് കാണുന്ന കാണികളിൽ പല വിധത്തിൽ ഭയം ഉളവാക്കുന്ന സിനിമകളുണ്ടല്ലേ. അതൊക്കെ തന്നെ പല സബ് ജാനേഴ്സായിട്ട് വരും. ദ എക്സോർസിസ്റ്റ്, ഹലോവീൻ, ഗെറ്റ് ഔട്ട് ഒക്കെ ഇതിൻ്റെ ഉദാഹരണങ്ങളാണ്.
അടുത്ത സയൻറ്റിഫിക് ഫിക്ഷൻ അല്ലെങ്കിൽ സ്കൈഫൈ എന്ന് പറയും. സ്കൈഫൈ എന്ന് പറയുമ്പോഴത്തേക്കും ഫ്യൂച്ചറിസ്റ്റിക് കൺസെപ്റ്റുകളായിരിക്കും അല്ലേ, ഫ്യൂച്ചറിൽ നടന്നേക്കാവുന്ന ടെക്നോളജി, അതേപോലെ സ്പെക്കുലേറ്റീവ് ഐഡിയാസ് ഇങ്ങനെയൊക്കെ വന്നേക്കാം, സ്പെക്കുലേഷനാണ് വന്നേക്കാം. സയൻസ് ഫിക്ഷൻ വർക്കുകളൊക്കെ നോവലുകളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അതുപോലെ ഫിലിമിലോട്ട് വരുമ്പോഴത്തേക്ക് സ്കൈഫൈ ഫിലിംസ് ആവും. ഓഫൻ ഡെൽസ് ഇൻ സ്പേസ് ട്രാവൽ, ടൈം ട്രാവൽ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ആൾട്ടർനേറ്റീവ് റിയാലിറ്റീസ്. അപ്പോൾ എന്താണ് സ്പേസ് ട്രാവൽ, ടൈം ട്രാവൽ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, പിന്നെ എന്താ ആൾട്ടർനേറ്റീവ് റിയാലിറ്റീസ്. ഇപ്പോൾ ഇല്ല, പക്ഷെ എന്താണ് ഭാവിയിൽ വന്നേക്കാം എന്ന് നമ്മൾ സ്പെക്കുലേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഫിലിമാണ്. ബ്ലേഡ് റണ്ണർ, മാട്രിക്സ്, സ്റ്റാർ വാർസ് ഒക്കെ ഇതിന് ഉദാഹരണമാണ്. ഇനി ഫാൻറ്റസി എന്ന് പറയുമ്പോഴത്തേക്ക് മാജിക്കൽ എലമെൻറ്റ്സ് വരും, മിത്തിക്കൽ ക്രീച്ചേഴ്സ് വരും, എൻചാൻറ്റഡ് വേൾഡ്സ് വരും അല്ലേ. അത് നമുക്ക് പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്ന എക്സാമ്പിൾ തന്നെ ഇവിടെ ഉണ്ട്. എന്താ, ഹാരി പോട്ടർ. മാജിക്കൽ എലമെൻറ്റ്സ് ഉണ്ട്, മിത്തിക്കൽ ക്രീച്ചേഴ്സ് ഉണ്ട്, എൻചാൻറ്റഡ് ആയിട്ടുള്ള വേൾഡ്സ് ഉണ്ട്. ടിപ്പിക്കലി എപ്പിക് ക്വസ്റ്റുകൾ അറിയും, ഹീറോയുടെ ജേർണി ആകാം, അല്ലെങ്കിൽ ബാറ്റിൽ ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ഈവിൾ ആവാം, എന്തോ ആയിക്കോട്ടെ. ഇതൊക്കെ എന്താണ് ഫാൻറ്റസിയാണ്, റിയൽ ആയിട്ട് നടക്കാത്ത കുറേ സംഗതികളാണ്. ദ ലോർഡ് ഓഫ് ദ റിങ്സ്, ഹാരി പോട്ടർ, പാൻസ് ലേബർനിത്ത് ഒക്കെ എന്തിൻ്റെ ഉദാഹരണമാണ്, ഫാൻറ്റസിക്ക് ഉദാഹരണമാണ്. നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റ്സ് തന്നെയാണ്, എല്ലാം നമ്മൾ കണ്ടുള്ള ഫിലിംസ് വെച്ച് നമുക്ക് ഓർക്കാം. ഇനി റൊമാൻസ് വരുമ്പോഴത്തേക്ക് ലവ്, റിലേഷൻഷിപ്പ് ആൻഡ് റൊമാൻറ്റിക് എൻറ്റാങ്കിൾമെൻ്റ് ആയിരിക്കും പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാനമായിട്ട് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് പ്രൈഡ് ആൻഡ് പ്രജുഡീസ് അല്ലേ, ജെയിൻ ഓസ്റ്റൻ്റെ പ്രൈഡ് ആൻഡ് പ്രജുഡീസ്. നമുക്കറിയാം റൊമാൻറ്റിക് റിലേഷൻഷിപ്പുകളെ കുറിച്ചൊക്കെ ആ ഒരു ഡീപ്പായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വർക്ക് തന്നെയാണ്. അപ്പം പ്രൈഡ് ആൻഡ് പ്രജുഡീസ് മാത്രമല്ല, ആ ടൈമിലുള്ള അവരുടെ വർക്കുകളൊക്കെ സെൻസ് ആൻഡ് സെൻസിബിലിറ്റി ഒക്കെ നോക്കിയാലും നമുക്ക് ഒരുപാട് ഇതുപോലുള്ള റിലേഷൻഷിപ്പുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇമോഷണൽ കോൺഫ്ലിക്റ്റുകൾ വരാം, മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് വരാം, ഹാർട്ട് വാമിംഗ് ആയിട്ടുള്ള റെസൊല്യൂഷൻസ് ഒക്കെ വരാം. സാധാരണഗതിയിൽ റൊമാൻറ്റിക് മൂവീസ് അങ്ങനെയാണ് പോകുന്നത്. ദെൻ നമുക്ക് എക്സാമ്പിൾ പ്രൈഡ് ആൻഡ് പ്രെജുഡീസ്, ദ നോട്ട്ബുക്ക്, ഇറ്റേണൽ സൺഷൈൻ ഓഫ് ദ സ്പോട്ട്ലെസ് മൈൻഡ് ഒക്കെ എന്തിന് ഉദാഹരണമാണ്, റൊമാൻസിന് ഉദാഹരണമാണ്. അടുത്ത ത്രില്ലർ എന്ന് പറയുമ്പോഴത്തേക്ക് സസ്പെൻസ് ആൻഡ് ടെൻഷൻ ത്രൂ എ മിക്സ് ഓഫ് മിസ്റ്ററി, ഡേഞ്ചർ ആൻഡ് എക്സൈറ്റ്മെൻറ്റ്. അവിടെ നമുക്ക് മിസ്റ്ററി വരുന്നുണ്ട്, ഡേഞ്ചർ വരുന്നുണ്ട്, എക്സൈറ്റ്മെൻറ്റ് വരുന്നുണ്ട്. അതിലൂടെയൊക്കെ എന്താണ് സസ്പെൻസും ടെൻഷനും ക്രിയേറ്റ് ചെയ്യുകയാണ് എന്ത്, ത്രില്ലറുകൾ. അപ്പോൾ ഓഡിയൻസിനെ ഒരുപാട് ട്വിസ്റ്റുകളൊക്കെ കൊണ്ടുവന്ന്, പ്ലോട്ട് ട്വിസ്റ്റുകൾ കൊണ്ടുവന്ന്, അൺഎക്സ്പെക്റ്റഡ് റെവല്യൂഷൻസ് വന്ന്, ഹൈ സ്റ്റെക്ക് സിനാരിയോ ഒക്കെ കൊണ്ടുവന്ന് നമുക്ക് ദൃശ്യമൊക്കെ നമുക്ക് ത്രില്ലറാണെന്ന് പറയാം അല്ലേ. അപ്പം 7, ദ സൈലൻസ് ഓഫ് ദ ലാംപ്സ്, ഇൻസെപ്ഷൻ ഒക്കെ എന്താണ് ഇതിൻ്റെ ഉദാഹരണങ്ങളാണ്. ത്രില്ലർ മൂവീസ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അടുത്ത അഡ്വഞ്ചറാണ്. അഡ്വഞ്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് എക്സ്പ്ലോറേഷൻ വരും, ജേർണീസ് വരും, ഡയറിങ് ആയിട്ടുള്ള എക്സ്പ്ലോയിറ്റ്സ് വരും. അപ്പോൾ ഒരു എക്സോട്ടിക് അല്ലെങ്കിൽ ഡേഞ്ചറസ് ലൊക്കേഷനിൽ പെട്ടുപോയ കഥാപാത്രങ്ങൾ അവരെങ്ങനെ അവിടുന്ന് രക്ഷപ്പെടുന്നു, ആക്ഷനും എക്സൈറ്റ്മെൻറ്റും ഡിസ്കവറിയും ഒക്കെയാണ് അവിടെ വരുന്നത്. അപ്പം നമ്മൾ പെട്ടെന്ന് ഓർക്കുന്ന ഒരു ഫിലിമാണ് ജുറാസിക് പാർക്ക് എന്ന് പറയുന്നത് അല്ലേ. പിന്നെ അതുകൂടാതെ ഇന്ത്യാന ജോൺസ് സീരീസ്, റെവനന്റ് ഒക്കെ എന്തിന് ഉദാഹരണമാണ്, അഡ്വഞ്ചറിന് ഉദാഹരണമാണ്. അടുത്തത് അനിമേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം പല ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട്, ട്രഡീഷണൽ ആയിട്ടുള്ള ടെക്നിക്കുകൾ, CGI, സ്റ്റോപ്പ് മോഷൻ, അങ്ങനെ പല ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ആനിമേറ്റഡ് ക്യാരക്ടേഴ്സും അവരുടെ ലോകം ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ എന്ത് പറയും, ആനിമേറ്റഡ് മൂവീസ് എന്ന് പറയും. അപ്പോൾ കൂടുതലും നമുക്ക് ചിൽഡ്രന് വേണ്ടിയിട്ടാണെന്ന് പറയുമെങ്കിലും അഡൽട്ട്സും പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ആനിമേറ്റഡ് മൂവീസൊക്കെ എൻജോയ് ചെയ്യാറുണ്ട്. അതിൻ്റെ പല തീമുകളും പല സ്റ്റൈലും ഒക്കെ എല്ലാവരും കുട്ടികളും അഡൽട്ട്സും ഒക്കെ എൻജോയ് ചെയ്യാറുണ്ട്. ടോയ് സ്റ്റോറി, ഫൈൻഡിങ് നെമോ, സ്പിരിറ്റഡ് എവേ ഒക്കെ ഇതിൻ്റെ ഉദാഹരണങ്ങളാണ്. അതാണ് അനിമേഷൻ മൂവീസുമായിട്ട് നമ്മൾ അറിയേണ്ടത്. ഇനി 2 ടേംസ് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഒന്ന് ഫിലിം നോയർ കഴിഞ്ഞ തവണ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഫിലിം നോയർ എന്ന് പറയുമ്പോഴത്തേക്ക് ഡാർക്ക് മൂഡി ഫിലിംസ് ആയിരിക്കും, വളരെ ഡാർക്ക് ആയിട്ടുള്ള സെറ്റിങ്ങിലുള്ള മൂഡി ഫിലിംസ് ആയിരിക്കും. ഡാർക്ക് സെറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്തൊക്കെ വരാം, ക്രൈം വരാം, കറപ്ഷൻ വരാം, മോറൽ ആംബിഗിറ്റി വരാം. അതൊക്കെയാണ് ഫിലിം നോയറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. വളരെ ഡാർക്ക് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആയിരിക്കും. ഇനി വെസ്റ്റേൺ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, അതെന്താണ്, അമേരിക്കൻ ഫ്രോണ്ടിയറിൽ നടക്കുന്ന കഥകളായിരിക്കും. ഫ്രീഡം, ജസ്റ്റിസ്, സിവിലൈസേഷൻ പോലെയുള്ള തീമിനെ കുറിച്ചൊക്കെ പറയുന്ന കഥകളായിരിക്കും വെസ്റ്റേൺ ഫിലിംസ് എന്ന് പറയുന്നത്.
ഇനി നമുക്ക് ഫിലിം മൂവ്മെൻറ്റ്സ് കൂടെയാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് അറിയേണ്ടത്. വളരെ കുറച്ച് മൂവ്മെൻറ്റ്സ് മാത്രം നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. ഇപ്പം നമുക്ക് ഒരുപാട് ഡീപ്പായിട്ട് പോയി കഴിഞ്ഞാൽ ഓരോ ലാൻഡിലും ഓരോ മൂവ്മെൻറ്റ്സ് ഒക്കെ കാണാം. അത്രയും ഡീപ്പായിട്ടൊന്നും നമുക്ക് പോകണ്ട. ഈ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് അറിയേണ്ടത് ഒന്ന് ജർമ്മൻ എക്സ്പ്രഷനിസമാണ്. ജർമ്മൻ എക്സ്പ്രഷനിസം എന്ന് പറയുമ്പം 1910s to 20s. അപ്പോൾ കീ ഫിലിംസിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് വായിച്ചു വെച്ചാൽ മതി. ദ ക്യാബിനറ്റ് ഓഫ് ഡോക്ടർ കാലിഗറി, നോസ്ഫെറാട്ടോ. അപ്പം ഇതൊന്നും നമ്മൾ കൂടുതലായിട്ട് പോകേണ്ട കാര്യമില്ല, ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. ജർമ്മൻ എക്സ്പ്രഷനിസം എന്ന് പറയുമ്പോൾ എന്താണ് പ്രത്യേകത? വളരെ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള സെറ്റുകളായിരിക്കും, എല്ലാം അടുക്കി വെച്ചേക്കാൻ സെറ്റൊന്നുമല്ല, വളരെ ഡിസ്റ്റോർട്ടഡ് ആണ്. ദെൻ കിയറസ്കുറോ ലൈറ്റിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഥാപാത്രം നിൽക്കുന്നു, മൊത്തത്തിൽ ലൈറ്റില്ല. ലൈറ്റ് എന്ത് ചെയ്യുന്നു? കഥാപാത്രത്തിൻ്റെ മുഖത്ത് മാത്രം, അല്ലെങ്കിൽ ആ കഥാപാത്രത്തെ കാണുന്ന മാത്രം ആ ഒരു രീതിയിൽ കൊണ്ടുവരുന്നു. ആ ഒരു ലൈറ്റ് സെറ്റിംഗ് ഇങ്ങനെയാണ് നമ്മളങ്ങനെ പറയുന്നത്. പിന്നെ സൈക്കോളജിക്കൽ തീമുകൾ വരാം, സറിയൽ ആയിട്ടുള്ള വിഷൻസ് വരാം, ഇന്നർ ഇമോഷൻസും സൈക്കോളജിക്കൽ സ്റ്റേറ്റ്സും ഒക്കെ എക്സ്പ്ലോർ ചെയ്യുവാണെങ്കിൽ കുറച്ചെന്താണ് അത്ര നമുക്ക് ഒരു സ്മൂത്ത് ഫ്ലോയിൽ പോകുന്ന ഒരു രീതിയല്ല. അങ്ങനെ മനസ്സിലാക്കി വെക്കുക എന്തിനെയാണ്? ജർമ്മൻ എക്സ്പ്രഷനിസത്തിന്. അപ്പോൾ അവിടെ എന്താണ് കുറച്ചും കൂടെ ഡീപ്പായിട്ടുള്ള ഇന്നർ ഇമോഷൻസിനും സൈക്കോളജിക്കൽ സ്റ്റേറ്റ്സിനും ഒക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത മൂവ്മെൻ്റാണ് സോവിയറ്റ് മൊണ്ടാഷ്. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് മൊണ്ടാഷിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ. അപ്പോൾ ഇവിടെ നമുക്ക് 1920s and 1930s ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് പരീക്ഷകൾക്ക് ചോദിക്കാറുള്ള ഒരു പേരുണ്ട്, അതുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് പറയുന്നത്. സർ ജി ഐസൻസ്റ്റീൻ. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് കാണുമ്പോൾ ഐൻസ്റ്റീൻ ആണെന്ന് പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. ഐൻസ്റ്റീൻ അല്ല, സർ ജി ഐസൻസ്റ്റീൻ. നമുക്ക് സോവിയറ്റ് ഫിലിം മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഫിഗറാണ്. ദെൻ ഡിസ വെർട്ടോവ് എന്ന് പറഞ്ഞാൽ അത് പ്രധാനപ്പെട്ട ഒരു ഫിലിം മേക്കറാണ്. നിങ്ങൾ ആ രണ്ട് പേരുകൾ ഓർത്ത് വെക്കാം. ഇനി ക്യാരക്ടറിക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റാപ്പിഡ് എഡിറ്റിംഗ് കാണാം, ജസ്റ്റാപ്പൊസിഷൻ ഓഫ് ഇമേജസ് കാണാം, ഐഡിയോളജിക്കൽ സ്റ്റോറി ടെല്ലിംഗ്, ക്രിയേറ്റിംഗ് ഇമോഷണൽ ഇൻ്റലിജൻഷ്യൽ ഇമ്പാക്ട്. നമ്മൾ ഓൾറെഡി മൊണ്ടാഷ് എന്ന് പറഞ്ഞ ഒരു ടേം പറഞ്ഞ ടൈമിൽ പറഞ്ഞതാണ്. റാപ്പിഡായിട്ടുള്ള എഡിറ്റിംഗ് നമുക്ക് കാണാൻ കഴിയും. ജസ്റ്റാപ്പൊസിഷൻ ഓഫ് ഇമേജസ്, കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഇമേജസ് എന്ത് ചെയ്യുന്നവർ ഒന്നിച്ച് കൊണ്ടുവരണം. പിന്നെന്താ ഐഡിയോളജിക്കൽ, എന്തെങ്കിലും ഒരു ഐഡിയ കൺവേ ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റോറി ടെല്ലിംഗ് കാണാം. ഇമോഷണൽ ആൻഡ് ഇൻ്റലക്ച്വൽ ഇമ്പാക്റ്റ് ആൾ ക്രിയേറ്റ് ചെയ്യണം, ആ കാണികളിൽ ക്രിയേറ്റ് ചെയ്യണം. അതാണ് സോവിയറ്റ് മൊണ്ടാഷ് എന്ന് പറയുന്നത്. അടുത്ത ഫ്രഞ്ച് ന്യൂ വേവ് ആണ്, ചോദിക്കാറുണ്ട്. ഫ്രഞ്ച് ന്യൂ വേവ് 1950s and 60s. ഴാൻ ലുക് ഗൊഡാഡും ഫ്രാൻകോയിസ് ട്രുഫാറ്റും, ഈ പേരുകൾ കേട്ട് കഴിഞ്ഞാൽ ഇവർ ഫ്രഞ്ച് ഫിലിം മേക്കിങ്ങുമായിട്ടും ബന്ധപ്പെട്ടവരാണ്, നിങ്ങൾ പഠിച്ചു വെക്കാം. ഇവിടെ ക്യാരക്ടറിക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റിജക്റ്റിംഗ് ട്രഡീഷണൽ സിനിമാറ്റിക് കൺവെൻഷൻ, ട്രഡീഷണൽ സിനിമയിൽ നിന്ന് മാറി ആ സിനിമാറ്റിക് കൺവെൻഷനെ റിജക്റ്റ് ചെയ്ത് ഇന്നോവേറ്റീവ് വ്യൂസ് കൊണ്ടുവന്ന് എഡിറ്റിങ്ങിലാവട്ടെ സിനിമാറ്റോഗ്രാഫിയിലാവട്ടെ, നമ്മൾ ഈ ടേമുകളൊക്കെ ഓൾറെഡി പഠിച്ചത് കൊണ്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എഡിറ്റിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, സിനിമാറ്റോഗ്രാഫി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ പുതിയ പുതിയ ഇന്നോവേറ്റീവ് വ്യൂസ് കൊണ്ടുവരുന്ന രീതിയാണ്. ഫോക്കസ് ഓൺ പേഴ്സണൽ സ്റ്റോറി ടെല്ലിംഗ്, ബ്രേക്കിംഗ് ദ ഫോർത്ത് വാൾ. ഫോർത്ത് വാൾ ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിനിമ കാണുമ്പോഴും അത് സിനിമയാണ്, എല്ലാം ഫിക്ഷനാണ് എന്നുള്ള രീതിയിൽ നമ്മളിരുന്ന് കാണുന്നു. അതിൻ്റെ ഇടയ്ക്ക് കഥാപാത്രം വന്നിട്ട് എന്താണ് നമ്മൾ ഡയറക്റ്റായിട്ട് സംസാരിക്കുകയാണ്. നമ്മൾ മലയാള സിനിമ നോക്കിക്കഴിഞ്ഞാൽ ഏതോ ഒരു പഴയ മൂവിയിൽ ഇതുപോലെ മമ്മൂട്ടി വന്നിട്ട് മമ്മൂട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ആ കഥാപാത്രത്തിലോട്ട് പോകുന്ന രീതിയിൽ അത് ഫോർത്ത് വാൾ ബ്രേക്ക് ചെയ്യുകയാണ്. പിന്നെ നമ്മൾ രാവണപ്രഭു മൂവി നോക്കിയാൽ അതിൻ്റെ ഒരു ഇൻ്റർവൽ സീൻ വരുമ്പോഴത്തേക്ക് മോഹൻലാൽ ടേക്ക് എ ടീ ബ്രേക്ക് എന്ന് പറയുന്നുണ്ട്. അവിടെ ഒരിക്കലും കാർത്തികേയൻ എന്നുള്ള കഥാപാത്രമല്ല, മോഹൻലാൽ തന്നെയാണ് നമ്മളോട് പറഞ്ഞു പോയി ചായ കുടിച്ചിട്ട് പോ, ബാക്കി പിന്നെ കാണുന്നത്. അപ്പോൾ അതാണ് ഫോർത്ത് വാൾ ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റൈലൊക്കെ എവിടെ വന്നതാണ്? ഫ്രഞ്ച് ന്യൂ വേവിൽ വന്നതാണ്. പിന്നീട് പല കാലഘട്ടങ്ങളിലും പല ഫിലിമിലും പല നാടുകളിലും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അവരത് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഫ്രഞ്ച് ന്യൂ വേവ്. ഇനി ഇറ്റാലിയൻ നിയോ റിയാലിസം. ഇറ്റാലിയൻ നിയോ റിയലിസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം അവിടെ സ്ഥിരമായി ചോദിക്കുന്ന രണ്ട് സിനിമകളുണ്ട്. ഒന്ന് ബൈസിക്കിൾ തീവ്സും ഒന്ന് ലാ ടെറ ട്രിമയും. എന്താണ് ഇറ്റാലിയൻ നിയോ റിയലിസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയലിസ്റ്റിക് ഡെപ്പിക്ഷൻ ഓഫ് എവറിഡേ ലൈഫ്. സിനിമകളിൽ അന്ന് വരെ വന്നതിൽ നിന്ന് വ്യത്യാസമായിട്ട് എന്താണ് റിയാലിറ്റിയെ പോർട്രേ ചെയ്തത് ആരാണ്? ഇറ്റാലിയൻ നിയോ റിയലിസമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ്. എവറിഡേ ലൈഫായിരിക്കും, അവിടെ കഥാപാത്രങ്ങൾ നോൺ പ്രൊഫഷണൽ ആക്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ ഈ ബൈസിക്കിൾ തീവ്സ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ആക്ടേഴ്സ് അല്ല വരുന്നത്, പകരം ആരായിരിക്കും? ഈ ഒരു റിയൽ ലൈഫിൽ നിന്നുള്ള ക്യാരക്ടേഴ്സിനെ
കൊണ്ടുവന്നവർ അതുപോലെ കൊണ്ടുവന്ന് അഭിനയിപ്പിക്കണം. അപ്പോൾ ഓൺ ലൊക്കേഷൻ ഷൂട്ടിംഗ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള തിരക്കുള്ള സ്ഥലത്തൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ പോയി ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ വരുന്ന കഥാപാത്രങ്ങളൊന്നും പ്രൊഫഷണലി പഠിച്ചിട്ട് വരുന്നവരല്ല. സോഷ്യൽ കമൻട്രി നമുക്ക് കാണാൻ കഴിയും. ആൻറ്റി ഹോളിവുഡ് ഈസ്തറ്റിക്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ വെസ്റ്റേൺ മൂവി എന്നൊക്കെ പറഞ്ഞില്ലേ, അതിൽ നിന്ന് വ്യത്യാസപ്പെട്ടുകൊണ്ടായിരിക്കും എന്ത് വരിക, ഇറ്റാലിയൻ നിയോ റിയലിസം വരിക. ഇനി ഫിലിം നോർ ജസ്റ്റ് നമ്മൾ ആ ഒരു പേര് പരിചയപ്പെട്ടു, മറക്കരുത്. കഴിഞ്ഞ പരീക്ഷയ്ക്കും ചോദിച്ചതാണ്. ഫിലിം നോർ 1940s and 50s വന്നെയാണ്. ഡബിൾ ഇൻഡംനിറ്റി, മാൾട്ടീസ് ഫാൽക്കണിൻ്റെ എക്സാമ്പിൾസ് ആണ്. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. നമ്മൾ അറിയേണ്ടത് എന്താണ് ഇതിൻ്റെ ഫീച്ചർ എന്നാണ്. ഇങ്ങനെ ഫീച്ചേഴ്സൊക്കെ തന്ന് നമുക്ക് ചോദിക്കാറുണ്ട്. ഫീച്ചർ തന്നിട്ട് എന്ത് ടൈപ്പ് ഫിലിം ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും. അപ്പോൾ ഡാർക്ക് ആൻഡ് മൂഡി വിഷ്വൽ സ്റ്റൈലായിരിക്കും. ഭയങ്കര ഡാർക്ക് സെറ്റിംഗ് ആയിരിക്കും. കളേഴ്സ് ഒന്നും കാണില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബിഗ് ബ്രദർ മൂവി പോലെയുള്ള ബ്രോഡാഡി മൂവി പോലെയുള്ള എന്താ പറയുക, അങ്ങനത്തെ സെറ്റിങ് ഭയങ്കര പേസ്റ്റൽ കളേഴ്സും അങ്ങനെയൊന്നും കാണത്തില്ല, ലൈറ്റിങ് ഒന്നും കാണത്തില്ല. പകരം എന്താണ്, ഭയങ്കര ഡാർക്കായിട്ടുള്ള മൂഡി ആയിട്ടുള്ള സ്റ്റൈലായിരിക്കും. മോറലി ആംബിഗസ് ക്യാരക്ടർ നല്ലവനാണോ ചീത്തയാണോ എന്ന് പോലും നമുക്ക് മനസ്സിലാവത്തില്ല. ക്രൈം, ഡിറ്റക്റ്റീവ് നറേറ്റീവ്, ഷാഡോസ്. ചിലപ്പോൾ എന്താണ്, കഥാപാത്രങ്ങളെ കാണിക്കത്തില്ല, പകരം ഒരു ഷാഡോ ആയിരിക്കും കാണിക്കുന്നത്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ കാരസ്ക്യൂറോ ലൈറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, ലൈറ്റിങ് ഫുള്ള് ലൈറ്റിംഗ് ഇല്ല, ജസ്റ്റ് ആ ക്യാരക്ടറിൻ്റെ മുഖത്തോട്ട് മാത്രമായിരിക്കും വെട്ടം വീഴുന്നത്. അതാണ് ഫിലിം നോർ. ഇനി ജപ്പാനീസ് ന്യൂ വേവ് ഉണ്ട്. 1950s to 70 ആണ്. നഗീസ ഉഷിമ, ദെൻ അസുജിറോ ഉസു. ജസ്റ്റ് പേര് അറിഞ്ഞാൽ മതി. പേര് കേൾക്കുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം ജപ്പാനീസ് ആണെന്ന് കണ്ടുപിടിക്കും. ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ എക്സ്പ്ലനേഷൻ വിത്ത് നാരേറ്റീവ് സ്ട്രക്ചർ. നമ്മൾ നേരത്തെ പഠിച്ച ഒരു 3 സ്റ്റേജായിട്ട് പറഞ്ഞില്ലേ, അതുപോലെ ലീനിയർ ആയിട്ടുള്ള നെഗറ്റീവ് സ്ട്രക്ചർ ഒന്നും അല്ലാതെ എക്സ്പെരിമെൻറ്റേഷൻ നടത്തി സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ കമൻറ്ററി വന്നു. ബ്രേക്കിംഗ് അവേ ഫ്രം ട്രഡീഷണൽ ജപ്പാനീസ് സിനിമ നോംസ്. ട്രഡീഷണൽ ആയിട്ടുള്ള ജപ്പാനീസ് ഫിലിം നോംസിൽ നിന്ന് വ്യത്യസ്തപ്പെട്ട് വന്ന എന്തിനേയും നമുക്ക് എന്ത് പറയാം, ജപ്പാനീസ് ന്യൂ വേവ് എന്ന് പറയാം. ഇനി ന്യൂ ഹോളിവുഡ് അല്ലെങ്കിൽ അമേരിക്കൻ ന്യൂ വേവും കൂടെയാണ് നമുക്ക് പഠിക്കാനുള്ള. 1960s and 70s മാർട്ടിൻ സ്കോർസീസ്, ഫ്രാൻസിസ് ഫോർഡ് കപ്പോള, സ്റ്റീവൻ സ്പിൽബർഗ് ഒക്കെ നിങ്ങൾ പേരുകൾ കേട്ടിട്ടുണ്ടാവുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ കുറച്ചുകൂടെ പേഴ്സണൽ അൺകൺവെൻഷണൽ ഫിലിം മേക്കിംഗ് ആണ്. കോംപ്ലക്സ് തീമുകൾ വരുന്നുണ്ട്. സ്റ്റുഡിയോ സിസ്റ്റം നോമിൽ നിന്ന് മാറിയിട്ട് കുറച്ചും കൂടെ മോഡേൺ ബ്ലോക്ക് ബസ്റ്റർ ഏറ, കുറച്ചും കൂടെ ഒരു തട്ടുപൊളിപ്പൻ സ്റ്റൈലിലോട്ടൊക്കെയാണ് ഈ ഒരു ഫിലിം വരുന്നത്. അതൊന്ന് നോട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടുള്ള ഫിലിം റാനാസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ ഫിലിം മൂവ്മെൻറ്റ്സും. അപ്പോൾ എല്ലാത്തിൻ്റെ പേരുകൾ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞു വെക്കണം, നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ നമുക്കറിയാവുന്ന എക്സാമ്പിൾസുമായിട്ട് ഇത് കണക്ട് ചെയ്തുകൊണ്ട്, ഇപ്പോൾ ഈ പറയുന്ന ഫിലിമിൻ്റെ ഒന്നും പേര് നിങ്ങളെ കാണാതെ പഠിക്കണമെന്നല്ല, പകരം എന്ത് ചെയ്യണം, ഈ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്കറിയാവുന്ന ഫിലിമുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കും. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്